ഹായ് ഫ്രണ്ട്സ്, അമ്മയുടെ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഒരു ചട്ടി നമുക്ക് ചൂടാക്കാം. ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഇഞ്ചി ചോപ്പ് ചെയ്തതും എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇഞ്ചി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഇഞ്ചി ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഈ സവാള എടുത്ത് വെച്ചിരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചാടിയിട്ടുണ്ട്, നമ്മൾ ഇട്ട് കൊടുത്തതല്ല. അപ്പോൾ ഇനി സവാളയൊക്കെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ നല്ല പോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ വഴന്ന് ഈ ഒരു പരുവമായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരിച്ചിരി മീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ കുറച്ച് മീറ്റ് മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കാനുള്ളത് കുറച്ച് നാരങ്ങാനീരാണ്. നമ്മളിവിടെ 1 ടീസ്പൂൺ നാരങ്ങാനീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിവിടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നല്ല പോലെ മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്